ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി പ്ലേസ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് ഫാറ്റ് ടു ഫിറ്റ് എന്ന് പറഞ്ഞ കളിയാണ്. നിങ്ങളുടെ സീറ്റ് ഇരിക്കുക, എൻജോയ് ചെയ്യുക. അതുമാത്രമല്ല, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് സ്മാഷ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവും ഞാൻ എന്താ ഇതുപോലെ തടിയനെ ഇരിക്കണേന്ന്. കളിയുടെ പേര് ഫാറ്റ് ടു ഫിറ്റാണ്, അതുകൊണ്ട് ആയിരിക്കും. എന്തായാലും നമുക്ക് കളി തുടങ്ങാം. എന്തൊക്കെ കളിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നെ നോക്കിയ കേസോ പോലും വിചാരിക്കും ഗൈസ് ഞാൻ എന്തായാലും തടിയാനാണ്. ഇതൊക്കെ എന്തിട്ട് 0 വിൻസ്. അപ്പൊ കിട്ടിയതാ 3 വിൻസ് ഗൈസ്. എവിടെ വിൻസൊക്കെ? അടിയില് ലെഫ്റ്റില്. എന്തായാലും നമുക്ക് കളി ഇതാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. കുറച്ച് ഫിറ്റായി അങ്ങോട്ട് ഇത് ജയിക്കണം. ജയിക്കാൻ പറയാൻ നോക്കി, പക്ഷെ ആരും തെറ്റായി വിചാരിക്കരുത്. നമുക്ക് ഗൈസ് ഇത് തുടങ്ങാം. നമ്മുടെ 3 വിന്നെടുത്ത് ഈ ബ്രോക്കലി വാങ്ങാം. ഇത് എന്തിട്ട് ടേസ്റ്റേക്ക് എന്തായാലും കൂടി. ആർക്കൊക്കെയാണ് വെജിറ്റബിൾ ഇഷ്ടം അവരെ അടിയിൽ കമൻറ്റ് ഇടുക. എനിക്കതുപോലെ ഇഷ്ടമല്ല, പക്ഷെ ആർക്കൊക്കെ ഇഷ്ടമെന്ന് നോക്കാം എൻ്റെ ഫാൻസിൽ. എന്തായാലും നമുക്ക് ഈ കളി ജയിക്കണം ഗൈസ്, അതാണ് നമ്മുടെ ഗോൾ. സ്പിന്നുണ്ട് ഗൈസ്. +2 വിൻസ്. എന്തിട്ടോ ഗൈസ് എനിക്ക് കിട്ടിയേ? എന്തൊരു സാധനം കിട്ടി? ഹാക്കറിവണ്ട അതൊന്നും കിട്ടൂല. ഇതെന്തിട്ട്? എസ്കേപ്പ് ഫ്രം സുനാമി ഫോർ ബ്രെയിനേഴ്സ്. പേരൊക്കെ പറയാനോ എങ്ങനെയാവും? ഞാൻ തെറ്റായാണോ പറഞ്ഞാന്ന് എനിക്ക് സംശയം. ഗൈസ്, നമ്മുടെ തടി കുറഞ്ഞു. ഞാനിപ്പോഴത് ശ്രദ്ധിക്കണം ഗൈസ്. എന്തായാലും ഗൈസ് നമുക്കിനി 6 പാക്കും അവരെ പോലെ കാണാം. കണ്ട 6 പാക്ക് സ്ക്രീൻ നമ്മൾ ഇതാക്കട്ടെ. എൻ്റെ സ്ക്രീൻ എന്താ ഇങ്ങനെ? ഓക്കെ ഗൈസ്, 6 വിൻസ്. ബിസ്കിറ്റ് ഫോർ ദ ബിസ്കിറ്റ്. 10 വിൻസ്. മിൽക്ക. നമ്മൾ ഉണ്ണിവാവിയാന്ന് വിചാരം, പക്ഷെ വാങ്ങാണ്ട് ഒരു കാര്യമില്ല. നമുക്ക് ഇങ്ങനെ പോവാം ഗൈസ്. ഇങ്ങനെ പോയി വേഗം സാധനം കിട്ടും കയ്യിൽ. വേഗം ഇങ്ങനെ പോയി അങ്ങോട്ട് എടുത്താ പോരെ. മിൽക്ക് വാങ്ങി ഗൈസ്. നമ്മൾ മിൽക്ക്. ഇനി നമ്മളെ വെയിറ്റ് കുറയ്ക്കാൻ നോക്കണം ഗൈസ്. എന്തായാലും കുറച്ച് നേരം ആവും ഗൈസ്. എന്തായാലും നമുക്ക് അതൊരു വെയിറ്റ് ചെയ്യണം. പതിയെ തിന്നോണ്ടിരിക്കണം. ഹാക്കറിവൻ്റെ ആയിരുന്നു ഗൈസ്. ഹാക്കറിവൻ്റെ കഴിഞ്ഞ് അടിയിൽ ഉപ്പനെ എഴുതി ഗൈസ്. ഇതിനെന്തിട്ട് ചെയ്യണ്ട? ഇതാ ഗോൾഡ് ഉള്ളതാ. മറ്റേ 5 റീബർട്സ് ഉണ്ട്. ഗൈസ് നമുക്ക് കുറച്ച് 6 പാക്ക് വയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓടാൻ തുടങ്ങാം ഗൈസ്. നോക്ക് ഗൈസ്, നമ്മൾ കുറച്ച് ഫിറ്റ് ആവുന്നുണ്ട്. ഭയങ്കര ഫിറ്റ്. ഫുട്ബോളർ റൊണാൾഡോ പോലും എന്നെ കണ്ട് വയസ്സ് ചെയ്യാൻ. 6, 7 ഗൈസ്. ഈ 6, 7 അങ്ങോട്ട് 2025 അങ്ങോട്ട് വെച്ച് പോകുന്നൂടെ? ഇപ്പം എപ്പോഴും നോക്കിയാൽ എല്ലാം കൊച്ചും. വല്ല റോൾ നമ്പർ ആലി വല്ല ഇതുണ്ടെങ്കിൽ 6, 7 അങ്ങനെയാണെന്ന് പറഞ്ഞോണ്ട് ഗൈസ്. എന്തൊക്കെ ഗൈസ് സംഭവിച്ചേ?
ഒന്ന് ലാഗ് ചെയ്യുന്നു. നമ്മളത് കയ്യിലെടുത്തേക്കാം. +50 വിൻസ് ഗായ്സ്. വിൻസ് കിട്ടി നമുക്ക്. ഗ്ലിച്ച് വർക്കായി. 150 ആക്കാം ഗൈസ്. നമുക്കത് 50 അഗൈൻ അത്രയും ഗുണം ഗായ്സ്. നമ്മുടെ ബോഡിയൊക്കെ ഗൈസ് എന്താ വണ്ടി ഇതുകൾ ലോഡാവാത്ത. ലോഡാവാൻ പറഞ്ഞപ്പോൾ ഒരു തട്ടിപ്പോയി ഗൈസ്. നമ്മളെ നോക്കിയങ്ങട് ജോൺ സീന WWE എന്നെ കണ്ട് ഇതിനെ പേടിക്കും. പോവാം. അവസാനം പോയി. ഞങ്ങൾക്ക് ഒറ്റ ഓട്ടോടം കഴിച്ചു. ഇതിന് ഇതുപോലൊക്കെ ഗുണമുണ്ടോ റിയൽ ലൈഫിൽ ഉണ്ടായിട്ട്? ഞാൻ എപ്പോഴും നിങ്ങളൊന്ന് കുടിക്കല ഈ ഗൈസ്. സിമ്പിളാ. റിട്ടേൺ വിത്ത് 75 വെച്ച് റിട്ടേൺ ചെയ്യാം ഗൈസ്. റിസ്ക് ചെയ്യണ്ട. ബൈ. പ്രോട്ടീൻ ഡ്രിങ്ക്. ഇനി എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് നേരം പ്രോട്ടീൻ ഡ്രിങ്ക് കുടിക്കാം ഗൈസ്. റീബർത്ത് ചെയ്യാറായി ഗൈസ്. നമ്മൾ കുറച്ചിടം കഴിഞ്ഞാൽ നമ്മൾ റീബർത്ത് ചെയ്യണം. ഗൈസ് റീബർത്ത്. ഓക്കെ ഗൈസ്. നമ്മൾ തടീനെ പക്ഷെ ഗൈസ് നമ്മൾ അത്രയ്ക്കും വേഗം തന്നെ 6 പാക്കൊക്കെ വെക്കാൻ തുടങ്ങി ഗൈസ്. എന്താ പൊന്നോ റീബർത്ത് ചെയ്ത് വെറുതെ ആയില്ല. ഇപ്പം തന്നെ നമ്മൾ എത്തിയ ലെവൽ തന്നെ എത്തി ഗൈസ്. ഇപ്പം തന്നെ എത്തി. റീബർത്ത് ചെയ്തത് ഗുണായി. എൻ്റെ ചാട്ടം കണ്ടോ? പിന്നെ എൻ്റെ ഫോൺ എന്താവോ ചെറുതായൊക്കെ ലാഗുണ്ട്. നമ്മൾ കൊക്കക്കോള വെട്ടിച്ച് എല്ലാതും വെട്ടിച്ച് ഇതും കൂടി. ഓഫ് ഭാഗ്യം കൈസ്. ഓഫ് ചത്ത്. എനിക്ക് ചെറിയൊരു ഫീലിങ് റേജ് ബേറ്റിംഗ് ആവാന്ന്. റേജ് ബേറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലാവായിരിക്കും. എൻ്റെ പ്രോട്ടീൻ മിൽക്ക് ഷേക്ക് അങ്ങോട്ട് പോയി. ഞാൻ കാശെടുത്തല്ല വിൻസ് കൊടുത്ത്. ഞാൻ കഷ്ടപ്പെടുത്ത വിൻസ് കൊടുത്ത് വാങ്ങിയതാ തന്നെ. അങ്ങോട്ട് പോയി. പതുക്കെ നിശബ്ദതയായി ചെയ്യണം. ഒരു കൊല്ലിയും കയറാൻ പള്ളിയടയിൽ. അങ്ങനെയാണ് ഗൈസ് നമ്മൾ കളിക്കണ്ട. അല്ലാണ്ട് എന്നെ പോലെ ഇപ്പം എന്നെ കളിക്കരുത്. ഞാൻ ഇപ്പോൾ കളിച്ച പോലെ. ഞാൻ സുനാമിയുടെ നേരെയാണ് ചാടി. ഞാൻ കുറച്ചും കൂടിയും കോമ. ഈ കളി തോണറ് കാണുമ്പോൾ ഞാൻ കുറച്ച് ഈസിയാക്കാൻ പറയും കളി. കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി. നമ്മളൊക്കെ ഓക്കെ. ഞാൻ അത്രയും വലുതായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എൻ്റെ ഏജ് ഗസ് ചെയ്യാൻ പറ്റിയിരിക്കുമോ? കോമൻസിൽ എൻ്റെ ഏജ് ഇടുക ഗൈസ്. ആരാണ് കറക്റ്റ് ഏജ് ചെയ്ത് ഞാൻ അയാളൊന്ന് ടാഗ് ചെയ്യാം. ആദ്യത്തെ കൊമൻറ്റിൽ തന്നെ അയാളുടെ പേരിടാം. കറക്റ്റ് ഗസ്സാണ്. പക്ഷെ ഞാൻ തേങ്ങ പോലെ റേജ് ബീറ്റിംഗ് എന്ന് പറഞ്ഞു. എൻ്റെ പ്രോട്ടീൻ ഷേക്ക് അങ്ങോട്ട് പോയി. ഞാൻ കാശെടുത്ത് വാങ്ങിയതാട്ടാ. കാശെടുത്തല്ല വിൻസ് എടുത്ത്. ഞാൻ വീണ്ടും തെറ്റി പറഞ്ഞു.
ഹാക്കർ ഇവന്റ് തിരിച്ചു വന്നു. എന്തൊക്കെ ഗുണമെന്നും എനിക്കറിയില്ല. ഇപ്പോഴും തിരിച്ചു വന്നു. ഓ ഹാക്കർ ഇവന്റ് നല്ലതാ. ഐ ലൈക്ക് ഇറ്റ്. ഐ ലവ് ഇറ്റ് സോ മച്ച്. ഇതിൽ മാത്രം പക്ഷെ ഹാക്കർ ഇവന്റ് ചെയ്തില്ല. വായ് 99 സ്പീഡാ. നിങ്ങൾക്ക് ചിലപ്പോൾ കസ്റ്റം സ്പീഡ് കാണാം. ടോപ്പ് റൈറ്റ്. ഞാൻ വീണ്ടും തടിയനെ. എൻ്റെ പ്രോട്ടീൻ ഷേക്കൊന്ന് തിരിച്ചു കിട്ടി. ഞാൻ വീണു. എൻ്റെ പ്രോട്ടീൻ ഷേക്ക് നല്ല ഷേക്ക്. നല്ല ഷേക്ക്. തൊട്ടുള്ളൂ അപ്പോഴേക്കും വന്നു. ഞങ്ങൾക്ക് കുറച്ചും കൂടി വർക്കൗട്ട് ചെയ്യണം. എനിക്ക് വീണ്ടും റീബർത്ത് ചെയ്യണം. നമ്മൾ വീണ്ടും റീബർത്ത് ചെയ്തു. എന്താ എനിക്ക് പ്രോട്ടീൻ ഷേക്ക് ഞാൻ പറ്റാത്താവോ ഗൈസ്? കുറച്ചും കൂടി പ്രോട്ടീൻ ഷേക്ക് അങ്ങോട്ട് വേഗം നമുക്ക് എത്താം വീട്ടിക്ക്. ഗൈസ് നമ്മൾക്ക് എത്തണത്. ഞാനാണ് ഈ സ്റ്റെപ്പിൻ്റെ ബാക്കിലേക്ക് പോണി. അങ്ങനെ അവിടെ വല്ല ഡയമണ്ട് ഉണ്ടായില്ലെങ്കിലോ സീനേനെ ഒരു പുതിയൊരു ഡിസ്കവറി. നമ്മൾ കൊക്കക്കോളേൻ്റെ അത്ര സ്പീഡിൽ പോകണം ഗൈസ്. ഭാഗ്യം ഗൈസ്. വിൻസെടുത്ത് അങ്ങോട്ട് പോന്നാ മതിയെന്ന് എൻ്റെ ഒരു എടുക്കത്തെ ഓവർത്തിങ്ക്. നിങ്ങളിപ്പോൾ കരുതണ്ട ഞാൻ തൊട്ട് ഓവർത്തിങ്ക് ചെയ്താണ്. അതറിയേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ അതറിയേണ്ട ആവശ്യമില്ല. എൻ്റെ വിൻസൊക്കെ ഗൈസ് പിന്നെ നമ്മൾ ഇത്രയ്ക്കും ഗുണമുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആദ്യമായിട്ടാണ് ഞാൻ സ്പിന്ന് നല്ലതെന്ന് പറയണം. ബാക്കിയെല്ലാം നേരത്തും പൊട്ടെ. എങ്ങനെയാ ചത്തേ? നിങ്ങൾ കണ്ടല്ലേ എൻ്റെ മേത്ത് വണ്ടി തൊട്ടുണ്ടായില്ല. അത് എന്താ പോലെ 11,000 സ്പീഡാണ് ഗൈസ് നമ്മളിപ്പോൾ. ഇപ്പോൾ അതറിയണേ. അപ്പം മുമ്പ് അത്ര ഉണ്ടാവും. ഞാൻ അർണോൾഡിനോടും ശക്തിയിലേന്നു. ഗെയിം ഉണ്ടാക്കിയാളുടെ അടുത്ത് സിമ്പിളാക്കാൻ പറയണം. എത്താൻ പറ്റൂല. ഞാൻ രണ്ടാമത്തെ റീബർത്തലായിട്ടുള്ളൂ. ഓക്കെ ഞാൻ റേജ് ബേറ്റിംഗ് എന്ന് വെച്ചാൽ ഇവര് ലോഗ് റേജ് ബേറ്റിംഗ് എന്നെ തിരിച്ചണ്ണൽത്തിയാക്കാൻ. ഹാക്കർ ഇവന്റ് തിരിച്ചൊന്ന് ഐ ലവ് ഹാക്കർ ഇവന്റ്. എന്തൊക്കെ സംഭവിച്ചേ? ഞാൻ ബാക്ക് ഫ്ലിപ്പൊക്കെ ചെയ്യണ കിടന്നു. ഓക്കെ ഗൈസ് ഞാൻ എൻ്റെ പ്രോ മൊമെന്റ് തിരിച്ചെത്തി. ഹാക്കർ ഇവന്റ് തീർന്നത് നല്ല നേരത്ത്. ജസ്റ്റ് ചത്താനെ പിന്നെ
75 അടുത്ത് റീവർത്തിന്. ഈ ലെവലാണ് ഏറ്റവും പാട്. വെറുതെ ലെവൽ കസ്റ്റം സ്പീഡ് ഇട്ട് ഇത് ഭയങ്കര റേജ് വെയിറ്റിംഗ് ചെയ്യുക ഗൈസ്. തന്നെ സത്യമായി കലിയത് റേജ് കുറ്റി അതിൻ്റെ അർത്ഥമൊക്കെ അറിയെങ്കിൽ ഞാൻ എപ്പോഴും ഫോട്ടോ ഇതുകൊണ്ടാണ് ബഫാണ്. ഈ ഫോട്ടോസ് ഉണ്ടോ സൈഡിലൂടെ ഇത് കാരണിക്കും ഞാൻ ബഫാണ്. തിരിച്ച് കൊല്ലാൻ വേണ്ടി, കൊല്ലാനല്ല തിരിച്ച് ബുള്ളി ചെയ്യാൻ വേണ്ടി. എങ്ങനെ ഗസ്റ്റ് ചാവണേ? ഞങ്ങൾക്ക് വല്ല പിടിയുണ്ട? കുറച്ച് ഓവർ സ്പീഡ് ഒരു തെറ്റ്. സത്യമായി ലീവ് ചെയ്യാൻ ഗൈസ്. എനിക്ക് അത്രയ്ക്ക് കലി വരെ. എനിക്കാണെങ്കിൽ നിൽക്കാനോ അതുവരെ ഒന്നും സ്ഥലമില്ല. എന്തായാലും നമ്മൾ കുറേ പെർഫോം കുറേ നേരം എടുക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കഴിയണു. ലൈക്ക് സബ്സ്ക്രൈബ് സ്മാഷ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷനും കൂടി ഇട്ടോ ഒരു വീഡിയോ മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി. ബൈ.